ഇന്ന് ഞായർ ദിവസമാണ്, കൂടാതെ ഇന്ന് ഹസ്ബൻഡിന് ലീവാണ്. സോ വി ആർ ഗോയിങ് ടു ഔട്ടിങ്. അങ്ങനെ രാവിലെ നിന്ന് വെച്ച് ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നിന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 12 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങി നല്ല ചൂടാണ്. സോ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ വണ്ടി ഓൺ ചെയ്തിടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുറത്തിങ്ങനെ പാർക്കിങ് ചെയ്യണതല്ലേ, അപ്പോൾ ചൂട് കൊണ്ട് തന്നെ ഭയങ്കര ആവിയാക്കാൻ വണ്ടിയിൽ. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല പോണത്, പിന്നെ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് മൊബൈൽ ഷോപ്പ് കാണാം. സെമിൻ്റെ ഫോണിനൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, വാട്സപ്പ് നോട്ടിഫിക്കേഷൻസും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ട്രൈ ചെയ്താണ്. അപ്പോൾ ഇനി മൊബൈൽ ഷോപ്പിൽ കാണിച്ചെടുക്കാമല്ലോ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഫോണൊക്കെ ശരിയാക്കി ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇവിടെ അടുത്ത് കഞ്ഞിക്കട പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്ത ഭക്ഷണം വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ ഫസ്റ്റ് തന്നെ 2 ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. ഞാനൊരു മാംഗോ ജ്യൂസും സെമി ഒരു പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഭക്ഷണം വന്നു കേട്ടോ. ഞാൻ ചിക്കൻ മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഭക്ഷണം വന്നു കേട്ടോ. പിന്നെ സെമിൻ്റെ ഫുഡും വന്നു കേട്ടോ. പക്ഷേ ആൾ കരുതിയത് ഈ ഒരു ഐറ്റം ആയിരുന്നില്ല. ഒരു ഫിഷ് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഫുഡ് ആയിരുന്നു. അത് ഇതിന് മുന്നേ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കരുതിയത്. പക്ഷേ ആ ഒരു ഐറ്റം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പ്ലാൻ മാറ്റിയതാണ്. പിന്നെ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, സെമീർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ നമുക്ക് കോർണിഷ് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടൈം 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ ചൂടാണല്ലോ പുറത്തും. അപ്പോൾ ഇപ്പോൾ ടൈം ഓക്കെ അല്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഓക്കെ നമുക്ക് ഡേ ടു ഡേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡേ ടു ഡേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കണത്. ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പോൾ പാർക്കിങ്ങൊക്കെ ഏകദേശം ഫുള്ളാണ്. അപ്പോൾ കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കണത്. കോഫി പൗഡർ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഒരുപാട് കോഫി പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഓരോന്ന് നോക്കിയായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് സാധാ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടല്ലോ, ഞാൻ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ അറിയില്ല, ഇനി ആ ഫുഡ് കഴിച്ചുകൊണ്ടാണോന്നും അറിയില്ല, ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഡ്രിങ്കും മേടിച്ചു. പിന്നെ കോഫി മിക്സർ അതെനിക്ക് വേണമെന്നുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനവും കണ്ടപ്പോൾ പിന്നെ അങ്ങനെ അതും വാങ്ങി കേട്ടോ. ഇപ്പം ഞങ്ങൾ നോക്കാൻ പോകുന്നത് കോഫി ഗ്ലാസ് ആണ് കേട്ടോ. എനിക്കൊരു ഗ്ലാസ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ കരുതിയ ആ സെയിം ഗ്ലാസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞാൻ വേഗം കൈക്കലാക്കി കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നേരെ റൂമിലോട്ട് വിടുകയാണ്. എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എവിടേക്കും പോകണ്ട. മറ്റേ ഞങ്ങളൊരു ചെറിയൊരു പേരുണ്ടായിരുന്നു ഇവിടെ അടുത്ത് കോർണിച്ച് ഉണ്ട്. അപ്പം അങ്ങോട്ട് ഒന്ന് പോവാലോ, അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ കരുതി. അവിടെ എനിക്ക് തലവേദനിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോയാൽ മതി തന്നെയുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ആക്കാലോ കരുതി. അപ്പോൾ ഇപ്പോൾ സെമി കോഫി എടുക്കാൻ പിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ റൂമിലോട്ട് വിടും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന്. അങ്ങനെ എൻ്റെ കോഫി കിട്ടിട്ടോ. അപ്പോൾ ഗൈസ് ഒരു പഴംപൊരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി. അങ്ങനെ കോഫിയൊക്കെ ഒന്ന് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ തലവേദനക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്താനായിട്ടുണ്ട് കേട്ടോ.
20 minutes later. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് വെറുതെ ഒന്ന് ബീച്ചിൻ്റെ അടുക്ക് പോയാലോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് ഓക്കെ പോവാലോ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ അടുക്ക് വന്നിട്ടോ. പക്ഷെ വന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഗൈസ്, വേറെ ഒന്നുമല്ല. സെമി എന്നോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ബീച്ചിൽ ഡോൾഫിൻസിനെ കാണും, ചില സമയങ്ങളിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗായ്സ് ഞാനിവിടെ വന്നിട്ട് ഏകദേശം 10-11 മാസത്തോളമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ഈ വീഡിയോയിൽ, നേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ന് ഞാൻ ഡോൾഫിനെ കണ്ടു ഗായ്സ്, ഡോൾഫിനെ കണ്ടു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷട്ടെ, കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഡോൾഫിൻസിനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സീ വേൾഡ് അതേപോലെ തന്നെ ഓരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ. പക്ഷെ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഈ കടലിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വേറൊരു രസമാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ കാണാൻ ഭാഗ്യം കിട്ടി. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.